ഹായ്. അപ്പം നമ്മൾ ഇപ്പോൾ ഡൽഹിയിൽ അക്ഷർധാം എന്നുള്ള ഒരു മന്ദിരമുണ്ട് ഇവിടെ, അമ്പലം. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അപ്പം ഞാൻ എല്ലാം ഓട്ടോയൊക്കെ ഒഴിവാക്കി നമ്മൾ ഇപ്പോൾ റിക്ഷയിലാണ്, മറ്റേ സൈക്കിൾ റിക്ഷയിൽ. അതാണിപ്പോൾ ആവട്ടെ എന്ന് കരുതി. രസമല്ലേ? ഇവിടെ റിക്ഷ പരിപാടി നിറയുണ്ട് കേട്ടോ. അവിടെ മുകളിൽ മെട്രോ. അപ്പോൾ ഈ റിക്ഷയിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു സംഭവമുണ്ട്. അത് നമുക്ക് റിക്ഷയിൽ മാത്രമേ കിട്ടുള്ളൂ. കാരണം അത് ട്രാഫിക്കൊന്നും പ്രശ്നമല്ല, ഓപ്പോസിറ്റ് കയറി കളിച്ചാലേ. അപ്പോൾ നമുക്ക് നല്ലൊരു സംഭവം കിട്ടും. അടിപൊളിയാണ് പരിപാടിക്ക്. അവർ ചാടിച്ച് കൊണ്ടുപോകണമെന്ന് നമുക്കൊരു പേടിയൊന്നും, കാരണം വെച്ചാൽ നമ്മൾ ചാടി പോകുന്നുള്ളത്. ഇത് കുഴപ്പമില്ല. അതെ, അത് എടുക്കുന്ന ഇട്ടിപ്പോൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മളങ്ങനെ സൂര്യാസ്തമയം നമുക്ക് റിക്ഷയിൽ നിന്നും നമുക്കൊരു സൂര്യാസ്തമയം കിട്ടി. അടിപൊളി. ഇതൊരു ഗംഭീര അനുഭവമാണ്. ഡൽഹിയിൽ നാളെ കറങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഇരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വൈകിട്ട് ഇന്നിപ്പോൾ ഒരു ദിവസം എവിടെയൊക്കെ കറങ്ങാൻ പറ്റുന്ന അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞാണ് നമുക്ക് ഇങ്ങനെ കറങ്ങാൻ. അപ്പോൾ ഞാൻ ആ റിക്ഷക്കാരനൊന്ന് വിട്ടോട്ടെ. ഇതാണ് വന്ന റിക്ഷ. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം, മന്ദിറിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, റിക്ഷക്കാരനൊന്ന് പരിചയപ്പെടണം. ഓക്കെ, അക്ഷർധാം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മന്ദിരമാണ്. അതായത് അമ്പലമാണ്. ഒത്തിരി ജനങ്ങൾ വരുന്ന ഒരു അമ്പലമാണ്. ഭയങ്കര പ്രശസ്തമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ അലോഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് വന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ഔട്ടർ വ്യൂ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് മെട്രോ സ്റ്റേഷൻ പോകുന്ന വഴിയാണ്. നമ്മൾ ആ മെട്രോയിലാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. കരോൾ ബാഗിൽ നിന്ന് നമ്മൾ മെട്രോയിൽ വന്നു. അങ്ങനെ വേണ്ട, ഇതാണ് അമ്പലത്തിൻ്റെ ഔട്ടർ വ്യൂ. ഇതാണ് ഭയങ്കര മനോഹരമായ സ്ഥലമാണ്. പുറത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക്, ഭയങ്കര മനോഹരമാണത്. അതിൽ ഒരു സൂര്യാസ്തമയം കണ്ണെടുക്കാനൊന്നുമില്ല. നല്ലൊരു ഫ്രെയിം വെച്ചിട്ട് നമുക്ക് ആ സൂര്യാസ്തമയം ഒന്ന് കാണാം. അവിടെ ഒരു കോട്ട മതിൽ പോലെ കണ്ടോ. അതിവിടെ ഒരു മതിൽക്കെട്ടാണ്. കുറച്ച് നഷ്ടമാണ്, കാരണം വെച്ചാൽ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും മനോഹരമായൊരു സ്ഥലമാണ്, നമുക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. അവിടെ മൊത്തം എല്ലാം ലോക്ക് ചെയ്താണ്. ഒരു അതിൽ ബോർഡ് വെച്ചിട്ടുണ്ട്, അത് അങ്ങോട്ടേക്ക് ആരും കയറരുത്. ഐ മീൻ മൊബൈല് മറ്റുള്ള കാര്യങ്ങളൊന്നും അവിടെ അലോഡ് അല്ല എന്നുള്ള ബോർഡ് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ അവിടുത്തെ സൂര്യാസ്തമയം കണ്ടപ്പോൾ നമുക്ക് മനസ്സിനൊരു വല്ലാത്ത സന്തോഷം. ഇവിടെ കുറേ നേരം ഇങ്ങനെ ഇരിക്കാനൊക്കെ തോന്നി. നമുക്ക് ആ സൂര്യാസ്തമയം അങ്ങനെ കണ്ട് നമുക്ക് തൃപ്തി അടയാം. അതാണ് എൻ്റെ ഒരു മനസ്സിൽ തോന്നുന്ന കാര്യം.
സൂര്യനെ ഒട്ടിച്ച് വെച്ച പോലെ ഉണ്ടല്ലേ, സൂര്യനെ ഒട്ടിച്ച് വെച്ച പോലെ ഉണ്ട്. ചുറ്റിന് ആൾക്കാർ സൂര്യാസ്തമയം ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. കാരണം ഭയങ്കര രസമല്ലേ സൂര്യാസ്തമയം കാണാനായിട്ട്. ഇത് രസമാണ്. നമുക്ക് വേണ്ടി ഒരു നല്ല മെട്രോ അവിടെ നിന്ന് പുറപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളൊരു മെട്രോനായി നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഡൽഹിയിലെ മെട്രോ കണ്ടിട്ടില്ലല്ലോ. അത് വരാൻ വൈകുന്നതിൻ്റെ കാരണമുണ്ട്. കാരണം വെച്ചാലേ ഇവിടെ ഈ മെട്രോ സ്റ്റേഷനൊരു പ്രത്യേകത വെച്ചാൽ ഇവിടെ നിന്ന് ഇനി എന്തോ 4 or 5 സ്റ്റേഷനും കൂടി ഉള്ളൂ എൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു 10-30 സ്റ്റേഷൻ എന്തോ ഉണ്ട്. നമ്മൾ ഈ ട്രാഫിക്കിൽ വരാൻ എളുപ്പം ഏറ്റവും നല്ലത് ഈ മെട്രോ ആണ്. ഞാനപ്പോൾ ഇതിൻ്റെ ബാക്കിൽ സൂര്യൻ അങ്ങനെ അസ്തമിക്കാറായി തുടങ്ങിയിട്ടുണ്ട്. അസ്തമയം സൂര്യാസ്തമയം കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ നമ്മൾ ഭംഗിയുള്ള സൂര്യാസ്തമയം എന്തായാലും നമ്മൾ കംപ്ലീറ്റ് എടുക്കും. അപ്പോൾ ഇനി നമ്മൾ ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ്റെ മെട്രോ പുറപ്പെടും കൂടി നമ്മളെടുക്കും. നമ്മളെടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മളെടുക്കും. എന്താ മെട്രോൻ്റെ മരം വിഴുങ്ങി ഇവിടുന്ന് വയ്ക്കും. അപ്പോൾ നമ്മുടെ സൂര്യൻ അങ്ങനെ അസ്തമിച്ചു. അങ്ങനെ സൂര്യാസ്തമയം പരിപൂർണമായി. ഇപ്പോൾ ഇവിടുത്തെ വീഡിയോ ഉണ്ടോ, സൂര്യൻ്റെ വെളിച്ചത്തിൻ്റെ ആ റെഡ് ഇതാണ് മാറിക്കഴിഞ്ഞപ്പോൾ ബ്യൂട്ടി മാറിയില്ലേ. അതിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. വലിയൊരു കോട്ട പോലെയാണത്. അപ്പോൾ ഒരു നല്ല ഡെസ്റ്റിനേഷൻ കണ്ടുവെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇവിടെ ഇത്രയും ഇങ്ങനെയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റൂ. കാരണം വെച്ചാൽ ഈ ഇത്രയും എടുക്കാനേ നമുക്ക് പെർമിഷനുള്ളൂ. സോ നമ്മളപ്പോൾ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ഡെസ്റ്റിനേഷൻസുകൾ ഡൽഹിയിലുള്ള ഒത്തിരി ഡെസ്റ്റിനേഷൻസുകൾ നമ്മൾ കാണാനുണ്ട്. ബ്യൂട്ടിഫുൾ പ്ലേസസ് കാണാനുണ്ട്. അപ്പോൾ കാത്തിരിക്കാം. സ്റ്റേ ട്യൂൺ. അപ്പം നമ്മളെ കൊണ്ടുവന്ന റിക്ഷക്കാരൻ തിരിച്ചു വന്നിട്ടുണ്ട്. സർ റിക്ഷയിലേക്ക് തിരിച്ച് കയറാണ്. അപ്പോൾ റിക്ഷ വണ്ടി തന്നെ നമ്മൾ തിരിച്ച് വന്ന സ്ഥലത്തേക്ക്, എവിടെ നമ്മുടെ മെട്രോ സ്റ്റേഷനിലേക്ക്, അക്ഷർധാമിൻ്റെ മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ഓക്കെ, കാര്യം പള്ളി ചവിട്ടണ കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ടെങ്കിലും അതവർ എൻജോയ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നത് പുള്ളി ഇപ്പോൾ അവിടുന്ന് പോലെ, അതായത് 400 മീറ്റർ സൈക്കിൾ ഓട്ടി നമ്മളിവിടെ എത്തിക്കാൻ വേണ്ടി പുള്ളി വാങ്ങിക്കുന്ന ഒരു 50 രൂപയാണ്, തിരിച്ചു വരുന്ന രൂപ. അപ്പോൾ ഡെയിലി ഒരു ഏകദേശം ഒരു 25 പേര് 30 പേരെങ്കിലും പുള്ളി കൊണ്ടുവരുന്നുണ്ടാവും. പുള്ളിക്കാരൻ്റെ ഓട്ടോറിക്ഷ മേടിക്കാന്ന് പറഞ്ഞാൽ വലിയ ചടങ്ങൊന്നും ആയിരിക്കില്ല. പക്ഷേ ഇതവരുടെ ഒരു എന്താ പറയുക, ഇതവരുടെ ഒരു പ്രത്യേകതയാണ്. അവരൊരു എൻജോയ് ചെയ്ത് ചെയ്യുന്ന ജോബ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ നമ്മളവരുടെ റിക്ഷയിലുള്ള ട്രാവൽ തന്നെ കാണാം നമുക്ക്. അവിടെ ഒരു സെക്യൂരിറ്റി പോയിൻ്റ് ഉണ്ട്. അപ്പോൾ സെക്യൂരിറ്റി പോയിന്റിൽ നമ്മൾ
ക്യാമറ അങ്ങോട്ട് വയ്ക്കാൻ പാടില്ല, കാരണം സെക്യൂരിറ്റി ബ്രീച്ച് ആവും. അത് തെറ്റാണ്, അത് ഇൻകറക്റ്റാണ്. ആര് പറഞ്ഞില്ലെങ്കിലും വിവേകത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ഒരു നൈസ് സഫാരിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ പോയിട്ടില്ലാത്തതുകൊണ്ട്, പോയിട്ടുണ്ട് 10-20 വർഷം മുമ്പൊക്കെ പോയിട്ടുണ്ട്, ചെന്നൈയിലും പോയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും നമ്മളിങ്ങനെ പോയിട്ടില്ല. അതല്ല, അന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട്. അവരപ്പോൾ അവരുടെ സ്റ്റാൻഡിലേക്ക് എത്തിച്ച് നമ്മളെ ഡ്രോപ്പ് ചെയ്ത് തന്നു. അപ്പോൾ പുതിയ വണ്ടികൾ ഇറങ്ങുന്നു, നമ്മളിവിടെ ഇറങ്ങുന്നു. അപ്പോൾ അത് നമുക്ക് ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും നമുക്ക് പരിപൂർണമായി അങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം. നമ്മൾ ഒരു വൈൻഡപ്പ് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അവരുടെ ഇടയിൽ പുള്ളി വന്ന് ചാടിയപ്പോൾ നമ്മളത് പുള്ളീനെ അങ്ങ് സമ്മതിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ബൈ.